ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. വാഹനാപകടത്തിൽ നടൻ ഷൈൻ ടോം ചാക്കോയുടെ അച്ഛൻ മരിച്ചു. സേലത്താണ് ഷൈനും കുടുംബവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത്. ഷൈനും അമ്മയ്ക്കും പരിക്കുണ്ട്. കുടുംബവുമായി ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്നു ഇവർ. നവമി ദിനേശ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. നവമി, അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. വിശദാംശങ്ങൾ. തീർച്ചയായും ആര്യ, അതീവ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വാർത്ത കൂടിയാണ്. ഷൈൻ ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. സേലത്ത് വെച്ചാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് ചാക്കോ മരിച്ചിരിക്കുന്നു. അമ്മയ്ക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോയുടെ കൈയൊടിഞ്ഞു. ശസ്ത്രക്രിയയ്ക്കായി സേലത്തുള്ള ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. അച്ഛന്റെ മൃതദേഹം ആശുപത്രിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് ബാംഗ്ലൂരിലേക്ക് ഇവർ പോവുകയായിരുന്നു. തൃശ്ശൂരിലെ വീട്ടിൽ നിന്നും ഏറെ രാത്രിയാണ് ഇവർ ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടത്. ഷൈൻ ടോം ചാക്കോയെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലായിരുന്നു. ആ ചികിത്സയുടെ ഭാഗമായിട്ടാണ് ഇവർ ബാംഗ്ലൂരിലേക്ക് പൊക്കോണ്ടിരുന്നത്. അതിനിടയിലാണ് സേലത്ത് വെച്ച് പുലർച്ചെ വാഹനം അപകടത്തിൽപ്പെടുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് വാഹനം ഡിവൈഡറിൽ ഇടിച്ചാണ് അപകടമുണ്ടായതെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇനി ഉറങ്ങിപ്പോയതാണോ, ഉറങ്ങിപ്പോയതായിരിക്കും. പുലർച്ചെയല്ലേ, ഇപ്പോൾ റോഡ് ഒഴിഞ്ഞു കിടക്കുന്ന റോഡിൽ അമിത വേഗതയിൽ പോയി ചിലപ്പോൾ ഉറങ്ങിപ്പോയതായിരിക്കും. ഡ്രൈവർ ഉറങ്ങിപ്പോയതായിരിക്കും അപകടത്തിന് കാരണമെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും ദൃശ്യങ്ങൾ കാണുമ്പോൾ മറ്റു വാഹനങ്ങളൊന്നും തന്നെ ആ സമീപ പ്രദേശത്തില്ല. പകരം ഡിവൈഡറിലേക്ക് ഇടിച്ചതുപോലെയാണ് ആ വാഹനം കാണപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ആ രീതിയിലായിരിക്കും ഈ പിതാവ് ചാക്കോയ്ക്ക് മരണം സംഭവിച്ചത്, ഈ വാഹനം അപകടത്തിൽപ്പെട്ടതെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അത് കുറച്ചുകൂടി ഉറപ്പിക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇന്ന് പുലർച്ചെയാണ് സേലത്ത് വെച്ച് നടൻ ഷൈൻ ടോം ചാക്കോയും പിതാവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത്. ഇത് ആരാണ് വാഹനം ഓടിച്ചതിൽ നിന്നൊക്കെ കുറച്ചുകൂടി വ്യക്തത കൈവരേണ്ടതുണ്ട്. ഷൈൻ ടോം ചാക്കോയുടെ സഹോദരൻ അതിലുണ്ടായിരുന്നു എന്നുള്ളതിൽ ഒന്നും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ് ആര്യ. നമുക്കറിയാം, ഷൈൻ ടോം ചാക്കോയുടെ ഈ ഇടയ്ക്ക് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ ഈ ഷൈൻ ടോം ചാക്കോയ്ക്ക് പിന്തുണയുമായി നിന്നതാണ് ഈ കുടുംബം. പ്രത്യേകിച്ച് അച്ഛൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയും വലിയ രീതിയിൽ പ്രതികരണം നടത്തുകയും ഈ ഓരോ ചർച്ചകൾക്ക് ഈ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ വിൻസി അലോഷ്യസുമായി ഉണ്ടായ വിവാദങ്ങളിലൊക്കെ ഷൈൻ ടോം ചാക്കോയെ ഓഫീസിലേക്ക് ഈ യോഗത്തിലൊക്കെ കൊണ്ടുവന്നത് അച്ഛനും അമ്മയും ഒപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സമയങ്ങളിലും ഷൈൻ ടോം ചാക്കോയ്ക്ക് പിന്തുണയുമായി നിൽക്കുന്നവരാണ് അച്ഛനും അമ്മയും. അതിൽ അച്ഛൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പ്രതികരിക്കുകയും എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. ഈ ഷൈൻ ടോം ചാക്കോയെ ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നതിലൊക്കെ മുൻകൈ എടുത്തത് അച്ഛനായിരുന്നു. ആ അച്ഛൻ്റെ വിയോഗമാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വാർത്ത. എന്തായാലും വളരെ അതീവ ദുഃഖകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ നമുക്ക് മാധ്യമങ്ങളിലൂടെയൊക്കെ അയാളെ ഈ പിതാവിനെ നമുക്ക് വളരെയേറെ സുപരിചിതനാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഫെഫ്കയുടെ ഓഫീസിൽ നടന്ന ചർച്ചയ്ക്കൊക്കെ ഷൈൻ ടോം ചാക്കോ വന്നത് അച്ഛനും അമ്മയ്ക്കും ഒപ്പമായിരുന്നു. ഈ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തുമ്പോഴൊക്കെ ഷൈൻ ടോം ചാക്കോയോടൊപ്പം അച്ഛനുണ്ടായിരുന്നു. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ പലപ്പോഴും ഉത്തരം തരുന്നത് ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് ഈ ചാക്കോ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. അതും വാഹനം അപകടത്തിൽപ്പെട്ട് സേലത്ത് വെച്ചാണ് അപകടത്തിൽപ്പെട്ടത്. ഷൈൻ ടോം ചാക്കോയെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ഈ ഒരു അപകടം ഉണ്ടാകുകയും ഷൈൻ ടോം ചാക്കോയുടെ അച്ഛൻ്റെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തത്. ഷൈൻ ടോം ചാക്കോയുടെ കൈയൊടിഞ്ഞു എന്ന വിവരം കൂടി ലഭിക്കുന്നു. അടുത്തുള്ള സേലത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അമ്മയ്ക്കും പരിക്കുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഇതാണ് ആര്യ നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. ബാംഗ്ലൂർ, തൃശ്ശൂരാണ് അവർ താമസിക്കുന്നത്. തൃശ്ശൂരിലെ വീട്ടിൽ നിന്നും ഒരു കുറച്ച് രാത്രിയായി ഇവർ ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടത്. ആ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. പുലർച്ചെ ചിലപ്പോൾ ഉറങ്ങിപ്പോയതായിരിക്കാം. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ വാഹനം ഡിവൈഡറിൽ ഇടിച്ചതായിട്ടാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ ഉറങ്ങിപ്പോയതാകാം ഈ ഒരു അപകട കാരണമെന്നാണ് നമ്മളിപ്പോൾ വിലയിരുത്തുന്നത്. എന്തായാലും അത് പോലീസ് അടക്കം എത്തി അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷമേ നമുക്ക് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ലഭിക്കുകയുള്ളൂ. ഷൈൻ ടോം ചാക്കോയുടെ അച്ഛൻ്റെ മൃതദേഹം ഇപ്പോൾ സേലത്തെ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. തൃശ്ശൂരാണ് അവരുടെ വീട്. അവിടെയാണ് ഈ ഷൈൻ ടോം ചാക്കോയും കുടുംബവും താമസിക്കുന്നത്. എന്തായാലും അതീവ ദാരുണമായിട്ടുള്ള, ഏറെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്ത കൂടിയാണ്. ഈ അടുത്ത കാലത്ത് ഷൈൻ ടോം ചാക്കോയുടെ വിവാദങ്ങളിലൊക്കെ വലിയ രീതിയിൽ പിന്തുണയുമായി ആ കുടുംബത്തെ, ഷൈൻ ടോം ചാക്കോയെ പിന്തുണച്ച്
ഈ അച്ഛൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയും ഏറ്റവും ഒടുവിൽ കൊക്കൈൻ കേസിൽ പോലും ഷൈൻ ടോം ചാക്കോയെ കുറ്റവിമുക്തനാക്കിയപ്പോൾ അച്ഛൻ മാധ്യമങ്ങളെ കണ്ട് ഇത് തൻ്റെ മകനെ വേട്ടയാടുകയാണ്, മാധ്യമങ്ങളടക്കം വേട്ടയാടുകയാണ്, തൻ്റെ മകൻ നിരപരാധിയായിരുന്നു എന്ന് തനിക്കറിയാമായിരുന്നു എന്ന തരത്തിലൊക്കെ വലിയ രീതിയിൽ ആ കുടുംബം ഷൈൻ ടോം ചാക്കോയ്ക്ക് പിന്തുണയുമായി വന്ന ഒരു വ്യക്തി കൂടിയാണ് പിതാവ് ചാക്കോ. അദ്ദേഹത്തിന്റെ വേർപാടാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അമ്മയ്ക്കും പരിക്കുകളുണ്ട്. ഇരുവരെയും സേലത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അച്ഛൻ തൽക്ഷണം തന്നെ ഈ അപകടം നടന്ന സമയത്ത് തന്നെ മരിച്ചു എന്നാണ് വിവരം. മറ്റ് രണ്ടുപേർക്കും അപകടം പറ്റിയിട്ടുണ്ട്. ആശുപത്രിയിലാണ്. ഷൈൻ ടോം ചാക്കോയുടെ കൈയൊടിഞ്ഞു. സഹോദരനും ഒപ്പം ഉണ്ടായിരുന്നു എന്നതിൽ നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. 4 പേരടങ്ങുന്ന സംഘമായിരുന്നു എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഡ്രൈവറായിരിക്കാം, അല്ലെങ്കിൽ സഹോദരനായിരിക്കാം. അതിലൊക്കെ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ചാണ് ഇന്ന് പുലർച്ചെയാണ് ഈ അപകടം സേലത്ത് വെച്ചുണ്ടായിരിക്കുന്നത്. ബാംഗ്ലൂരിലേക്ക് പോവുകയായിരുന്നു കുടുംബം. ആര്യ, നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രേക്ഷകർക്കെല്ലാം വളരെ സുപരിചിതനായ വ്യക്തി കൂടിയായിരുന്നു നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് ചാക്കോ. ഇപ്പോൾ നവമി പറഞ്ഞതുപോലെ തന്നെ ഈ വിവാദ ഘട്ടത്തിലൊക്കെയും അത്തരത്തിൽ പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം ഷൈനിനൊപ്പം ഒരു നിഴലായി കരുത്തായി എപ്പോഴും അച്ഛനെയും അമ്മയും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ നേരിടുന്ന ഘട്ടത്തിലായിക്കോട്ടെ, സംഘടനകളുടെ നടപടികൾ നേരിടുന്ന ഘട്ടത്തിലായിക്കോട്ടെ, അവിടെയെല്ലാം ഷൈനോടൊപ്പം ഈ അച്ഛനും അമ്മയും എല്ലാം എപ്പോഴും ഒപ്പം ഉണ്ടായിരുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പ്രതികരിക്കാനും അവർ മടി കാണിച്ചിരുന്നില്ല. അത്തരത്തിൽ കരുത്തായി നിന്നിരുന്ന ഷൈൻ ടോം ചാക്കോയുടെ അച്ഛൻ ഇപ്പോൾ സേലത്ത് നടന്ന വാഹനാപകടത്തിൽ മരിച്ചിരിക്കുകയാണ്.